PV Anwar, ADGP Ajit Kumar വിവാദത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയെ സംരക്ഷിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആരോപണങ്ങളുടെ പേരിൽ ഒരാളെയും മാറ്റില്ല. അതേസമയം PV അൻവറിന്റെ തുറന്നു പറച്ചിലിനെയും രൂക്ഷ വിമർശനത്തോടെ ഉന്നയിച്ച മുഖ്യമന്ത്രി രംഗത്ത് വന്നു. ശബ്ദരേഖ പുറത്തുവിട്ടത് ശരിയായില്ല. പരാതികൾ പറയേണ്ടിയിരുന്നത് പാർട്ടിയോടാണെന്നും പിണറായി പറഞ്ഞു. ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഇല്ല എന്നും മുഖ്യമന്ത്രി. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും തീരുമാനം എടുക്കുക എന്നും പിണറായി വ്യക്തമാക്കി. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളെല്ലാം പാർട്ടി നിയോഗിച്ചതാണ്. അങ്ങനെയെല്ലാമുള്ള ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു. എൻ്റെ ശ്രദ്ധയിലും പെടുത്താം, മുഖ്യമന്ത്രി എന്ന നിലക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്താം, പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്താം. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത്. അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത്. അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല. അതാണ് അതിൽ കാണേണ്ടത്. നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ? പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു. അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു, നിവേദനം തന്നു. ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു, ഇപ്പം തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട്, ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട്, അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക. അദ്ദേഹം CPIM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല. ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല. നിയമപ്രകാരമല്ലാത്ത, നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല. ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ. അത് മനസ്സിലാക്കണം. ആവർത്തിച്ച് ഞാൻ പറയുകയാണ്, ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിൻ്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും. വളരെ മുഖ്യമന്ത്രി കൃത്യമായ നിലപാടാണ് അറിയിച്ചത്. P. ശശിയെയും ADGP-യും സംരക്ഷിക്കുന്ന നിലപാട്. എന്നാൽ PV അൻവർ MLA തള്ളിപ്പറയുകയും ചെയ്തു. വിവരങ്ങളുമായി പ്രജിത്ത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, അപ്പോൾ PV അൻവറിനെ മുഖ്യമന്ത്രി പരസ്യമായി തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നല്ലേ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്? പ്രജിത്ത്, പരസ്യമായി തള്ളിപ്പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കുറച്ച് വിമർശനങ്ങൾ, അതായത് അൻവറിന്റെ രീതികളുണ്ട്, അൻവറിന്റെ ബന്ധങ്ങളുണ്ട്, അതിലൊക്കെ ഒരു സംശയങ്ങളിൽ അൻവറിനെ പൂർണ്ണമായി നിർത്തിക്കൊണ്ടുള്ള പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം ഈ ADGP-ക്കെതിരെ ലഭിക്കുന്ന പ്രധാന ആരോപണം സ്വർണ്ണം കടത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി PV അൻവർ MLA തള്ളിപ്പറയുക മാത്രമല്ല വിമർശിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്.